ഷാർജയിൽ മലയാളി യുവതിയെയും 1.5 വയസ്സുകാരി മകളെയും തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ദുരൂഹത ആരോപിച്ചു ബന്ധുക്കൾ. മരണത്തിന് കാരണം ഭർത്താവിന്റെയും വീട്ടുകാരുടെയും പീഡനമെന്ന് പരാതി. ഭർത്താവിൽ നിന്നും പീഡനം നേരിട്ടിരുന്നുവെന്ന വിഭജിയുടെ ഫോൺ സന്ദേശം 24-ന് ലഭിച്ചു. മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള ശ്രമം തുടങ്ങിയിട്ടുണ്ട്. ദുരൂഹത നീക്കാൻ വിശദ അന്വേഷണം ആവശ്യപ്പെടുകയാണ് കുടുംബം. സാമൂന് അറിയത്തില്ല, ഒരു പെണ്ണ് പോവാവുന്നതിന്റെ നിങ്ങളൊക്കെ ചിന്തിക്കുന്നതിന്റെ അപ്പുറം എന്ന് വെച്ചാൽ അതിനപ്പുറം എക്സ്ട്രീം ലെവലിൽ ഞാൻ പോയിട്ടുണ്ട്. അത് എല്ലാ അർത്ഥത്തിലും ഞാൻ പോയിട്ടുണ്ട്. പക്ഷെ എനിക്ക് തിരിച്ചു കിട്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, നിങ്ങളൊക്കെ ചിലപ്പോൾ തലേ കൈയും വെച്ച് ഓടും. തലയൊന്നും പറയുന്നില്ല, പറയാതിരിക്കുന്ന ഭേദം. എല്ലാം ഒന്നും എനിക്ക് അമ്മയോടും പറയാൻ പറ്റില്ലല്ലോ. കഴിഞ്ഞ ചൊവ്വാഴ്ച രാത്രി 11 മണിയോടെയാണ് വിഭജികയെയും മകൾ വൈഭവിയെയും ഷാർജയിലെ ഫ്ളാറ്റിൽ ഒരേ കയറിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടത്. മരിക്കുന്നതിന് മുമ്പ് ബന്ധുവിനയച്ച ഫോൺ സന്ദേശങ്ങളിൽ ഭർത്താവ് നിധീഷിൽ നിന്നും നിധീഷിന്റെ വീട്ടുകാരിൽ നിന്നും വിഭജിക നേരിട്ട പീഡനങ്ങൾ വ്യക്തമാക്കുന്നു. സ്ത്രീധനത്തിന്റെ പേരിൽ ഭർത്താവ് നിധീഷ് വിഭജികയെ മാനസികമായി നിരന്തരം പീഡിപ്പിച്ചിരുന്നതായും വിവാഹമോചനത്തിന് സമ്മർദ്ദം ചെലുത്തിയിരുന്നതായും അമ്മ ശൈലജയോടും അടുത്ത ബന്ധുക്കളോടും പറഞ്ഞിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അമ്മ ശൈലജ പരാതി നൽകിയിരിക്കുന്നത്. മരിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് വിഭജിക തന്നെ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നതായും തിരിച്ചു വിളിച്ചപ്പോൾ പ്രതികരണമുണ്ടായില്ലെന്നും അഡ്വക്കേറ്റ് മനോജ് പള്ളിമൺ. ശൈലജയുടെ മകളാണ്. എൻ്റെ വിവാഹ സംബന്ധിയായ കുറേ പ്രശ്നങ്ങളുണ്ട്. ഞാൻ അനുഭവിക്കുന്ന പീഡനങ്ങളെക്കുറിച്ച് സംസാരിക്കാനാണ് എപ്പോഴാണ് അവൈലബിലിറ്റി എന്ന് ചോദിച്ചു. ഞാൻ ആ മെസ്സേജിൽ വളരെ ലേറ്റായിട്ട് കാണുന്നു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. അറ്റ് എനി ടൈം യു ക്യാൻ കോൾ മീ. അങ്ങനെ ഞാനും എൻ്റെ അഭിഭാഷകയായ മകളും 12 മണി വരെ കാത്തിരുന്നു. ഒരു റെസ്പോൺസും ഉണ്ടായില്ല. അതിപ്പോഴും അൺറീഡബിൾ ആയിട്ട് തന്നെയാണ് ആ മെസ്സേജ് നിലനിൽക്കുന്നത്. സംഭവത്തിന്റെ ഞെട്ടലിലാണ് കേരളപുരം കൊച്ചങ്കര പൂട്ടാണിമുക്ക. ഒന്നുമില്ല, നല്ല കുട്ടി, നല്ല അങ്ങനെയൊന്നുള്ള പ്രശ്നങ്ങളൊന്നും ഉള്ളതല്ല. ബാക്കിയുള്ള ഒന്നും കാര്യങ്ങൾ നമുക്ക് അറിയത്തില്ല. ഇനി അങ്ങനെയുള്ള ഡീറ്റെയിൽ ഇനി അറിഞ്ഞെങ്കിലേ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. പിന്നെ മറ്റവരൊക്കെ നല്ല സഹോദര, അമ്മയും ഒക്കെ ആങ്ങളെ അറിയാം. അവരൊക്കെ നല്ല സഹകരണമൊക്കെ ഉള്ളവരാണ്. ഷാർജ അൽ ഖാസ്മി ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിട്ടുള്ള 2 മൃതദേഹങ്ങളും നാട്ടിലെത്തിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചു. 24 കൊല്ലം.